ഈ അനുഭവം എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാണ്. പക്ഷേ എല്ലാവരും ഫീഡ്ബാക്ക്, ഞാൻ ആദ്യമായിട്ടല്ലേ ഇത് സംസാരിച്ചത് ഓപ്പൺലി, എല്ലാവരും ഫീഡ്ബാക്ക് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായത് 80% ആൾക്കാർക്ക് ഒന്നും മനസ്സിലായില്ല. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചു വന്നതും പിന്നീടുള്ള നമ്മുടെ ജീവിതശൈലിയിൽ അങ്ങനെ ഇപ്പോഴുള്ള ദൈവവിശ്വാസം ഭക്തയായി മാറിയിട്ടുണ്ട്. ഞാൻ ദൈവവിശ്വാസിയേ അല്ല. അപ്പോൾ ആ ഒരു വിശ്വാസം മാത്രം മാറിയാൽ മതി. ആ വിശ്വാസം മാറണമെങ്കിൽ ലൈഫിലേക്ക് ഇറങ്ങി തിരിച്ച് ലൈഫ് എന്താണെന്ന് തിരിച്ചറിയണം. നമ്മുടെ വിശ്വാസങ്ങൾ നമുക്ക് അനുയോജ്യമാണോ, നമുക്ക് വളർച്ച ഉണ്ടാക്കുന്ന വിശ്വാസങ്ങളാണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ. അതിന് മാത്രം പ്രസക്തിയുള്ളൂ. ഏറ്റവും വലിയ സത്യം ഇതാണ് ശരി, മറ്റേതൊക്കെ തെറ്റാണ് എന്ന് പറയുന്ന ഒരാൾക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. വിശ്വാസങ്ങൾ തന്നെയാണ്. ഇപ്പോൾ എനിക്കും പല വിശ്വാസങ്ങളുണ്ടല്ലോ. ഞാൻ പറയുന്നതൊക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമല്ലേ, എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമാണ്. എന്നെ വിശ്വസിക്കണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യൂ, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കൂ, നിങ്ങൾ തന്നെ കണ്ടെത്തൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്ത് പോയാലും ദൈവം എന്നെ കൈവിടില്ല എന്ന് പറയുന്ന ആൾക്കാർ, അവർക്കത് ആവശ്യമാണ്. അവർ സീക്കേഴ്സ് അല്ല. എല്ലാവരും തേടലും ആത്മീയ പാതയിൽ പോകേണ്ടവരല്ല. എല്ലാവരും അതല്ല ചെയ്യേണ്ടത്. ഈ കുഴപ്പത്തിൻ്റെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത് എനിക്ക് ദൈവത്തിൽ വിശ്വസിച്ചാൽ പോരാ. വിശ്വസിക്കാൻ ഞാൻ ഒരിക്കലും പറയൂല, വിശ്വസിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയുന്നതേ ശരിയുള്ളൂ, ബാക്കി എല്ലാവരും പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ അയാളൊരു വളരെ ബാലിശമായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ്. അപ്പം ഞാൻ ക്രിസ്ത്യനായിട്ട് വളർത്താൻ എന്നെ ബാപ്റ്റൈസ് ചെയ്തിട്ടുണ്ട്. ബാപ്റ്റിസം ഒക്കെ കഴിഞ്ഞു, ഒരു ക്രിസ്ത്യനായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഈ ഹിന്ദുസം എന്താണ്? ബിക്കോസ് അത് പറഞ്ഞു വരണമെങ്കിൽ നമ്മൾ ഒരുപാട് ആത്മീകമായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് സയൻറ്റിഫിക്കായിട്ട് അത് പറയാൻ പറ്റില്ല. സയൻസിന് ഇപ്പോഴും ദൈവത്തിനെ തെളിയിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. നമസ്കാരം. കുറേ നാളായി ഞാൻ കണ്ടിട്ട്. നമുക്ക് പ്രിയപ്പെട്ട ലെനയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. എവിടെ? അമേരിക്കയിലായിരുന്നോ? അതെ. എങ്ങനെയുണ്ട്? നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. എനിക്ക് വേണ്ട ഒരു ബ്രേക്കായിരുന്നു എല്ലാത്തിൽ നിന്നും. സിനിമയിൽ നിന്നും നമ്മൾ യൂഷ്വലി ഉള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂറ്റി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ലൈഫിൽ നിന്നൊരു നല്ലൊരു ബ്രേക്കായിരുന്നു. ഒരു 10 മാസത്തോളം US താമസിച്ചു. എനിക്ക് തോന്നുന്നു ആ ഒരു ബ്രേക്ക് വേണ്ടതാണെന്ന് ഒരു തിരിച്ചറിവുണ്ടായപ്പോഴാണ്. അല്ല, കുറേ നാളായിട്ട് ആ ബ്രേക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആ ബ്രേക്ക് ആവശ്യം വന്നിട്ട് കുറേ കാലമായി. എന്ന് വെച്ചാൽ 26 വർഷമായല്ലോ സിനിമയിൽ. 26 വർഷം നമ്മൾ കണ്ടിന്യൂസ്ലി ഇപ്പോൾ പഠിക്കാൻ പോയപ്പോഴും ഒരു ബ്രേക്ക് ഉണ്ടായെങ്കിലും അതിൻ്റെ ഇടയിൽ വന്ന് അഭിനയിച്ച് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി 26 വർഷത്തിൽ ഞാനൊരു ബ്രേക്ക് എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ഒരു ബ്രേക്കിലേക്ക് എത്താൻ തന്നെ പറ്റിയത്, അല്ലേ? ആ ഒരു വിവാഹ ജീവിതം എത്രമാത്രം എൻജോയ് ചെയ്താണ് ഇപ്പോൾ പോകുന്നത്? വളരെയധികം എൻജോയ് ചെയ്യുന്നു. ബിക്കോസ് എനിക്ക് ഒരു ഇരുത്തം വന്ന ഫീലിംഗാണ് എനിക്കുള്ളത്. എന്താ പറയുക, നമ്മൾ അല്ലെങ്കിൽ എല്ലാ റോളും നമ്മൾ തന്നെ പ്ലേ ചെയ്യണം ലൈഫിൽ. ഇപ്പോൾ നമുക്ക് നമ്മുടെ റോള് മാത്രം പ്ലേ ചെയ്താൽ മതി. അപ്പോൾ കുറച്ചുകൂടെ പീസ്ഫുള്ളായി. നമുക്ക് ഈ പറഞ്ഞ ഒരു സേഫ്റ്റി, സെക്യൂരിറ്റി, ബിലോങ്ങിങ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. ബിക്കോസ് എനിക്കതെല്ലാം ഞാൻ തന്നെയായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എൻ്റെ സേഫ്റ്റി, സെക്യൂരിറ്റി, ബിലോങ്ങിങ്നെസ്, കരിയർ, ഫിനാൻസസ് എല്ലാം. അതായത് ഒരു 1 മാൻ ഷോ ആയിരുന്നു 14 വർഷമായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ റിലീഫാണ്. ഈ 14 വർഷത്തെ യാത്രയിൽ ഇപ്പോൾ വിവാഹം ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാത്തിലും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എല്ലാത്തിലും ലെനയ്ക്കൊരു മാറ്റമാണ്. ലെനയുടെ സംസാരത്തിലാണെങ്കിലും, ലെനയുടെ ഇരുത്തത്തിലാണെങ്കിലും, ലെനയുടെ വേഷത്തിലാണെങ്കിലും എല്ലാത്തിലും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ലെനയെ സംബന്ധിച്ചോളം ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ അദ്ദേഹത്തിനോട് ഏറ്റവും കൂടുതൽ അടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ കുറേ നാളത്തൊരു ആത്മബന്ധമായിരുന്നു. അതിലേക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു വഴി എങ്ങനെയാണ് തുറന്നത്? ഇതെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. എന്ന് വെച്ചാൽ ഒരു സുനാമി വന്ന പോലെയായിരുന്നു ഈ ചേഞ്ച്. എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കുന്ന ചിന്തിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയായിരുന്നു. 14 വർഷമായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നു. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള പോലെ
ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പുസ്തകം ഇപ്പോൾ അതിന് ഉദാഹരണം. അതെ, ഞാൻ എഴുതിയ പുസ്തകമാണ് ഇതിനൊക്കെ കാരണം. എന്ന് വെച്ചാൽ 20 വർഷമായിട്ട് എൻ്റെ ആത്മീയ തേടലുകളും എൻ്റെ ശരിക്കുള്ള സ്വഭാവം ഞാൻ മറച്ചു വെച്ചുകൊണ്ട് ഒരു സിനിമാ നടിയിൽ നിന്നും ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് അത്രമാത്രം പറഞ്ഞാൽ മതി. എന്തെങ്കിലുമൊക്കെ തർക്കുത്തരം പറയുക, തമാശ പറയുക, കോമഡി പറഞ്ഞ് അങ്ങ് പോവുക. ബിക്കോസ് നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളത് പറഞ്ഞാൽ ആൾക്കാർ ഞെട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് മിണ്ടാതിരിക്കുമായിരുന്നു 20 കൊല്ലമായിട്ട്. അപ്പോൾ ഫൈനലി ഈ പുസ്തകം എഴുതേണ്ടി വന്നു. എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ എഴുതില്ലായിരുന്നു. പക്ഷെ ഒരു പുസ്തകം എഴുതുന്ന എല്ലാവർക്കും അറിയാം, അതൊരു വലിയൊരു കഠിനമായിട്ടുള്ള ഒരു വർക്കാണ്. എസ്പെഷ്യലി നോൺ ഫിക്ഷൻ. ഇങ്ങനത്തെ വളരെ ഡീപ്പായിട്ട് നമ്മളെ തന്നെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു പുസ്തകം എഴുതുമ്പോൾ അത് ശരിക്കും എളുപ്പമല്ല. അപ്പോൾ 2020 മുതൽ അത് എഴുതി തുടങ്ങി 2023 പുസ്തകം ഇറങ്ങുന്നത്. ഈ പുസ്തകം ഇറങ്ങി അതിൻ്റെ ഒരു ഫസ്റ്റ് ഇൻ്റർവ്യൂ ഞാൻ കൊടുത്തത് ഒരിക്കലും ആ ഇൻ്റർവ്യൂ അങ്ങനെ ആയി തീരും എന്ന് വിചാരിച്ചിട്ടല്ല. ഞാൻ പോയത് ഒരു പത്രത്തിലെ ഇൻ്റർവ്യൂ ആണെന്ന് വിചാരിച്ച് ഞാനൊരു വീഡിയോയെ പ്രതീക്ഷിക്കുന്നില്ല. അവിടെ പോയപ്പോൾ 3 ഇൻ്റർവ്യൂവേഴ്സ്, അതും ടോപ്പ് എഡിറ്റേഴ്സ്, 3 ക്യാമറ, കുറേ ചോദ്യങ്ങൾ. ഞാൻ ഇംഗ്ലീഷിലായതുകൊണ്ട് ബെല്ലും ബ്രേക്കും ഇല്ലാതെ കാര്യങ്ങൾ പറഞ്ഞു. ബിക്കോസ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ടോപ്പിക്സ് സംസാരിക്കുന്നത്. അത് വൈറലായി എന്ന് പറഞ്ഞാൽ ശരിക്കും വൈറാലിറ്റി എന്താണെന്ന് നമ്മൾ മുമ്പും നമ്മുടെ കാര്യങ്ങൾ വൈറലാവാറുണ്ട്, റീൽസ് വൈറലാവാറുണ്ട്. പക്ഷേ ഈ രീതിയിലുള്ള വൈറാലിറ്റി, അതായത് ഡെയിലി നമുക്കൊരു 400 മെസ്സേജും കോളും വരുന്ന ലെവൽ വൈറാലിറ്റി, അതും എല്ലാ തരത്തിലുള്ള റിയാക്ഷൻസ്. ചില ആൾക്കാർ ഞെട്ടുന്നു, ചിലവർ ട്രോൾസ് ഉണ്ടാക്കുന്നു, ചിലവർ തിരിച്ചറിയുന്നു, ചിലവർ ടോട്ടലി ഡിഫറെൻറ്റ്. ഞാൻ മീറ്റ് ചെയ്യാത്ത മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ, എഴുത്തുകാർ, സയൻറ്റിസ്റ്റ്സ്, സ്പിരിച്വൽ ആയിട്ടുള്ള ലീഡേഴ്സ്, അവരൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നു. ഒരു സുനാമി ആയിരുന്നു അത്. ആ സുനാമിയുടെ ഭാഗമായിട്ട് ബാംഗ്ലൂർ ഇരുന്ന് യൂട്യൂബിൽ എൻ്റെ ഇൻ്റർവ്യൂ കണ്ട പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റും ഇപ്പോൾ ആസ്ട്രോനോട്ടും ആയിട്ടുള്ള ആൾ ഈ ഇൻ്റർവ്യൂ കാണുന്നു യൂട്യൂബിൽ. അതിൻ്റെ തംബ്നെയിൽ കാരണമാണ്. പിന്നെ ഇത്രയും വൈറാലിറ്റി, റീൽസും ട്രോൾസും എന്താ സംഭവം എന്നറിയാൻ വേണ്ടി കണ്ടതാണ്. ആ സംസാരം കേട്ട് പുള്ളിക്കൊരു തിരിച്ചറിവാണ് ഉണ്ടായതെന്നാണ് പറയുന്നത്. ഇതാണ് ആള്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് എൻ്റെ നമ്പർ കണ്ടുപിടിച്ചത്. ഒക്ടോബറിലെങ്ങാനാണ് ഇത് കണ്ടത്. എൻ്റെ നമ്പർ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്, ഞാൻ പേര് പറയണോ വേണ്ടോ എന്ന് ആലോചിക്കുകയാണ്. അതെ, ആളുടെ ഫ്രണ്ട് പേര് പറയണോ വേണ്ടോ എന്ന് ആലോചിക്കുക. അപ്പോൾ അതായത് എനിക്കിപ്പോൾ പറയണ്ട എന്നാലോചിച്ചിട്ട് എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല. അതെ, അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റ് ആണ്. അവരുടെ ഹസ്ബൻഡ് അഡ്വർടൈസിങ് ഏജൻസിയിലാണ് ദുബായിൽ. അപ്പോൾ അങ്ങനെ എനിക്കിനി ആ പേര് പറയണമല്ലോ, പക്ഷെ ഓർമ്മ വരുന്നില്ല. അതൊരു കാര്യം പറയണോ വേണ്ടെന്ന് ആലോചിക്കുമ്പോഴേ നമ്മളെ ബ്ലാങ്കായി പോവുക. ഞാൻ ആ പേര് പറയാം, കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ആ പേര് കിട്ടും. ആളുടെ ഹസ്ബൻഡിൻ്റെ പേര് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ശ്യാം എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. രജനി. അത് നമ്മൾ വേണ്ടെന്ന് വെക്കുമ്പോഴേ നമ്മളെ മറന്നു പോകുന്ന അവസ്ഥ. ഇല്ല, അത് പറഞ്ഞിട്ടില്ല. എനിക്കത് വനിതാ ഇൻ്റർവ്യൂവിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. രജനി ശ്യാം പ്രശാന്ത് ഏട്ടൻ്റെ ക്ലാസ്മേറ്റ് ആണ്. അപ്പോൾ ആളെ മാത്രം കത്തിയുള്ളൂ. ഓക്കെ, സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു നമ്പർ കിട്ടാൻ. അങ്ങനെ അഡ്വർടൈസിങ് ഏജൻസിയിലുള്ള ശ്യാമേട്ടനോട് ചോദിക്കുന്നു. 1 മാസം കഴിഞ്ഞിട്ട് നമ്പർ കിട്ടുന്നു. അപ്പോൾ നവംബർ 30 ഈ വരുന്ന 400 കോൾസും മെസ്സേജസും അതിൻ്റെ ഇടയിലൊരു മെസ്സേജ്. ഞാനിങ്ങനെ നിങ്ങളുടെ പുസ്തകം വായിച്ചു, ഇൻ്റർവ്യൂസ് കണ്ടു. എൻ്റെ സ്പിരിച്വൽ ഐഡിയോളജി ആയിട്ട് വളരെ സാമ്യമുള്ളതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമായിരിക്കും. ഒന്ന് കണ്ട് മീറ്റ് ചെയ്തൊന്ന് ഓട്ടോഗ്രാഫ്ഡ് കോപ്പി വാങ്ങിക്കണം എന്നുണ്ട്, പിന്നെ ഒന്ന് സംസാരിക്കണം എന്നുണ്ട്. എന്തോ കാരണം കൊണ്ട് ഞാൻ ഓക്കെ സംസാരിക്കാം എന്ന് പറയുന്നു. ഞാനത് ചെയ്യാത്തൊരാളാണ്, കംപ്ലീറ്റ്ലി ഭയങ്കര പ്രൈവറ്റാണ്. ആ സമയത്ത് കുറച്ച് പേരായിട്ട് സംസാരിച്ചിരുന്നു. പക്ഷേ സംസാരിച്ച ആ ഫസ്റ്റ് കോളിൽ തന്നെ ഒരു ഭയങ്കര എന്താ പറയുക, അടുപ്പം എന്നല്ല അതിൻ്റെ വാക്ക്, ഒരു തിരിച്ചറിവ് പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു.
അവിടുന്ന് പിന്നെ വളരെ പെട്ടെന്ന് അത് ഫാമിലീസ് സംസാരിച്ച് അതൊരു അറേഞ്ച് മാരേജായി മാറുമായിരുന്നു. അല്ല, അദ്ദേഹം ഈ പുസ്തകം വായിച്ചതിന് ശേഷം ആണല്ലോ തിരിച്ചറിവ് അദ്ദേഹത്തിന് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതുണ്ടാവുള്ളൂ. നമ്മളിൽ കുറേ സംഭവങ്ങളുണ്ടല്ലോ. അതിൻ്റെ പേര് ദൈവത്തിൻ്റെ ആത്മകഥ എന്നാണ്. അത് ലെനയുടെ കഥയാണ്. ദൈവത്തിൻ്റെ ലെനയ്ക്കുണ്ടായ ഒരു തിരിച്ചറിവാണ് ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ അതിനൊരു മാറ്റമില്ല. അതിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടാകാതെ ഇത് മൊത്തം വായിച്ചിട്ട് എല്ലാം എന്ന് പറയുന്നില്ല, അങ്ങനെ ഇഷ്ടപ്പെട്ടത് എന്തായിരുന്നു? അങ്ങനെ ഇഷ്ടപ്പെട്ടത് ഈ സ്പിരിച്വാലിറ്റിയുടെ സിംപ്ലിസിറ്റി, അതായത് വളരെ സിമ്പിളായിട്ടുള്ള ഭാഷയിൽ നമുക്ക് സ്പിരിച്വാലിറ്റി പറയാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. സ്പിരിച്വാലിറ്റി ഒരുപാട് തത്വങ്ങളും കുറേ ഫിലോസഫിയും കുറേ വാക്ചാതുര്യം കൊണ്ട് ആൾക്കാരെ ഇംപ്രസ് ചെയ്യുക നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു 5 ചോദ്യങ്ങളിൽ സ്പിരിച്വാലിറ്റി പറയുന്നത് കണ്ടപ്പോൾ അദ്ദേഹം സയൻറ്റിഫിക് മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണ്. വളരെയധികം ക്വാണ്ടം ഫിസിക്സും ക്വാണ്ടം മെക്കാനിക്സും എനിക്ക് മനസ്സിലാവാത്ത ലെവലിലുള്ള ആസ്ട്രോണമിയും മാത്തമാറ്റിക്സും ഒക്കെ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ഫോർമുല പോലെ ഇത് പറയുന്നത് കണ്ടപ്പോൾ അതാണ് ഏറ്റവും ആകർഷിച്ചത്. പറഞ്ഞല്ല, ഫോൺ ചെയ്യുന്നു, പിന്നെ വീട്ടുകാരായിട്ട് സംസാരിക്കുന്നു, എല്ലാം വളരെ പെട്ടെന്ന് ഫിക്സ് ചെയ്യേണ്ടി വരുന്നത്. ഈ പ്രൈം മിനിസ്റ്ററിൻ്റെ ബാജിങ് സെറിമണി, അവർക്ക് ഈ ആസ്ട്രോനോട്ട് വിങ്സ് സമ്മാനിക്കുമ്പോൾ ആരെങ്കിലും നമ്മുടെ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ഫിയാൻസെ ആണെങ്കിൽ പോലും കൊണ്ടുപോകാൻ പറ്റില്ല ആ ഫംഗ്ഷന്. ബിക്കോസ് അത്രയും ചിട്ടയോട് കൂടിയിട്ടുള്ള കാര്യങ്ങളെ നടക്കുള്ളൂ, എസ്പെഷ്യലി മിലിറ്ററി ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ വൈഫാണെങ്കിൽ ഇതൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം വെച്ചുകൊണ്ടാണ് നമ്മളിത് സ്പീഡപ്പ് ചെയ്തത്. പിന്നെ ആ വർഷത്തിലെ ആദ്യത്തെ മുഹൂർത്തമായിരുന്നു ജനുവരി 17. ആ മുഹൂർത്തത്തിൽ കല്യാണം, പിന്നീട് അങ്ങോട്ടുള്ള യാത്ര ചെയ്തു. നിങ്ങളുടെ യാത്രകൾ ഒത്തിരിയായിരുന്നു അല്ലേ? നിങ്ങൾ അതിപ്പോൾ ഈ യുഎസിലൊക്കെ പോയിട്ടുള്ള യാത്ര, നിങ്ങളുടെ ഒരു സംസാരങ്ങൾ പലതായിരിക്കും അല്ലേ? നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ലെനയെ സംബന്ധിച്ച് എനിക്ക് ഒത്തിരി പറയാനുണ്ട്, ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഒത്തിരി പറയാനുണ്ട്. നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്? തീർച്ചയായും, ഒരുപാട്. ബിക്കോസ് നമ്മളിങ്ങനത്തെ കുറച്ച് ഹയർ ലെവൽ സംസാരം മാത്രമല്ല, ഞങ്ങൾ വളരെയധികം ഈ എന്താ പറയുക ഡെപ്തിൽ ആഴത്തിലേക്ക് പോകുന്ന ആൾക്കാരാണ്. നമ്മൾ സൂപ്പർഫിഷ്യലായിട്ട് എല്ലാം ഓക്കെ, നമ്മൾക്ക് എല്ലാം സന്തോഷം സമാധാനം മാത്രം പറഞ്ഞ് ഒരു സർഫസ് ലെവലിൽ പറയുന്നവരാണെങ്കിൽ തർക്കം ഉണ്ടാവില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള 2 പേഴ്സണാലിറ്റീസ് ഉള്ള ആൾക്കാർ. അപ്പോൾ തർക്കം നല്ലതാണ്, വളരെ ഹെൽത്തി ആണെന്ന് തിരിച്ചറിയുന്ന ആൾക്കാരാണ്. നിലപാടുകൾ പലതും, ഇപ്പം ലെന എടുക്കുന്ന നിലപാടുകൾ പലതും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇനിയുള്ള കാലങ്ങളിൽ ചോദിക്കേണ്ടതായി വരും. ആ ചോദിക്കുന്ന സമയത്ത് ഇത് വേണ്ട ലെന, ഇത് ശരിയല്ലല്ലോ, നമ്മുടെ നിലപാടിൽ നിന്ന് മാറ്റം വേണോ എന്ന് അദ്ദേഹം പറയാറുണ്ട്. അങ്ങനെയില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങോട്ടും ഞങ്ങളുടെ വ്യക്തിത്വം അടിച്ചേൽപ്പിക്കാനല്ല ശ്രമിക്കുന്നത്. ഞങ്ങൾ ശ്രമിക്കുന്നത് ആ വ്യക്തിത്വങ്ങൾ 2 പേരും മിക്സ് ചെയ്യുമ്പോൾ അവരെ ഇതിനു മുൻപ് എന്തായിരുന്നോ അതിലും ഉയർന്ന ഒരു ലെവലിലോട്ട് നമ്മൾ 2 പേരുടെ ആശയങ്ങൾ വരും, വേറെ ആശയം അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. അതാണ് എൻ്റെ സത്യാവസ്ഥ. അപ്പോൾ അത് കറക്റ്റ് കിട്ടും നമുക്ക് അല്ലേ? അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും വലിയ പോസിറ്റീവ് വശം പലതും നമ്മൾ ഒരാൾക്കൊരു പോസിറ്റീവ് വശമുണ്ട്. ലെനയുടെ പോസിറ്റീവ് അദ്ദേഹം പറഞ്ഞത് ഇപ്പം ഈ പുസ്തകത്തിൽ എഴുതിയ കഥകളുമായിട്ടായിരിക്കാം. പിന്നെയുണ്ട് ജീവിതത്തിലെ പോസിറ്റീവ് വശമാണ്. ലെന 14 വർഷമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്കുള്ള യാത്ര അല്ലേ? അദ്ദേഹം ഒരു ആളെയും കണ്ടെത്താതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പുസ്തകത്തിന്റെ പേരിൽ മാത്രം കണ്ടെത്തി അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എത്രമാത്രം സ്റ്റഡി ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി ഇന്നതായിരിക്കണം, അദ്ദേഹത്തിന് മുൻവിധിയുണ്ട്, എനിക്ക് അങ്ങനെ എത്തിയ ഒരാളെ ഞാൻ കണ്ടെത്തുള്ളൂ എന്ന് പറയുമ്പോൾ ആ സമയത്തുണ്ടായ ഒരു സ്പാർക്ക് എന്താന്ന് എനിക്ക് ഒരു സ്പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഇഷ്ടം എന്ന് പറയാം, എന്താന്ന് പറയാൻ പറ്റില്ല. അവിടെ ലെന ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇത് മാത്രമല്ല, അതിൽ മാത്രമായിരിക്കുമല്ലോ എങ്കിലും ലെനയെ ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ പറഞ്ഞ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. പിന്നെ ഇവർ വർക്ക് ചെയ്യുന്ന മേഖലയിൽ പേടിയും മുന്നോട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എന്താ പറയുക ആശങ്കയും ആങ്സൈറ്റിയും ഒക്കെ ഉള്ള ഒരു വ്യക്തി പറ്റില്ല. ബിക്കോസ് ഇവർ എടുക്കുന്ന ദൗത്യങ്ങൾക്ക് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് പേടിയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ പേടിക്കുന്ന ഒരാളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണ് ഫസ്റ്റ് കാര്യം. പിന്നെ ജീവിക്കാൻ അറിയാം, ലോകം അറിയാം, പിന്നെ ഇൻ്റലക്ച്വലി വിവരമുണ്ട്. പോരാത്തതിന് കുറച്ച് എന്താ പറയുക ഗ്രൗണ്ടഡ് ആയിട്ടുള്ള വളരെ എന്താ അതിനും എനിക്ക് ഒരു മലയാളം വാക്ക് കിട്ടുന്നില്ല. അതായത് വളരെ സ്റ്റഡി ആയിട്ട് ജീവിതത്തിനെ വളരെ എന്താ പറയുക ഹൈപ്പിലേക്ക് കൊണ്ടുപോകാത്ത സാധാരണ ലെവലിൽ ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്.
അദ്ദേഹത്തിലേക്ക് ആകർഷണം. ആദ്യം ഫോൺ കോൾ വരുന്നു, പിന്നീട് നിങ്ങൾ നേരിട്ട് കാണുന്നു. ആ ഫോൺ കോൾ ആദ്യം ഇഷ്ടമാണ്, എനിക്ക് വിവാഹം ചെയ്യാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് ആരായിരുന്നു? എന്നോട് ഇങ്ങോട്ടാണ് പ്രൊപ്പോസ് ചെയ്തത്. ഞാൻ ഉടനെ യെസ് പറയുണ്ടായി. ആലോചിക്കേണ്ട വന്നില്ല. ബിക്കോസ് ആ ആദ്യത്തെ കോളിൽ തന്നെ നമുക്കൊരു സ്പാർക്ക് അറിയാം. പിന്നെ ഞാൻ അത്യാവശ്യം വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കത് വളരെ ഈസി ആയിരുന്നു റെക്കഗ്നൈസ് ചെയ്യാൻ. പിന്നെ ഞാനൊരു വിവാഹം ആഗ്രഹിച്ച് കാത്തിരുന്ന് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരാളൊന്നും അല്ലല്ലോ. അപ്പം ഞാൻ വളരെ സ്റ്റഡി ആയിട്ട് വിലയിരുത്താൻ പറ്റും. എനിക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് നമ്മളെ ചിലപ്പോൾ കൺഫ്യൂസ് ചെയ്യിക്കും. എനിക്കങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് സംസാരത്തിലും പെരുമാറ്റത്തിലും ആശയങ്ങളിലും എല്ലാത്തിലും, പിന്നെ ജീവിത രീതി, കോമൺ ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുന്നതോ മെഡിറ്റേഷൻ ചെയ്യുന്നതോ 5 മണിക്കും 6 മണിക്കും ഇടയിൽ ഡിന്നർ കഴിക്കുന്നതോ കഴിക്കുന്ന ഭക്ഷണം ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്ത് ഫുഡ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് ആണെങ്കിലും ഇഷ്ടമുള്ള പാട്ടുകൾ, ഒരേപോലത്തെ മ്യൂസിക് ഇഷ്ടമുള്ള, ഒരേപോലത്തെ സിനിമകൾ ഇഷ്ടമുള്ള, ഒരേപോലത്തെ യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ള, ഇത്രയും കാര്യങ്ങൾ ഒത്തുചേർന്ന് വരണമെങ്കിൽ അത് ഈസി അല്ല, ഒരിക്കലും അല്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാം കോമൺ ആണ്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ആവശ്യമില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇത് ടൈലർ മെയ്ഡ് ആണെന്ന് പറയാം. ലെന ഇങ്ങനെയല്ലായിരുന്നു. ലെനയുടെ ഒരു മാറ്റമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഭയങ്കരമായിട്ട്. അത് അദ്ദേഹത്തിനാണ് ബിഗ് സല്യൂട്ട്. ലെനെ മാറ്റിയെടുത്തത് ഡെഫിനറ്റ്ലി വേറെ ആരും വിചാരിച്ചില്ല ലെനെ മാറ്റിയെടുക്കാൻ പറ്റില്ല അല്ലേ? ഒരു എടുത്തുചാട്ടം ഉണ്ടായിരുന്നു, പ്രതികരണം ഉണ്ടായിരുന്നു, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുമായിരുന്നു. അതിൻ്റെ റീസൺ അത് ഇപ്പോഴായിരിക്കും എല്ലാവരും സ്ത്രീ എന്ന ലെന അല്ലെങ്കിൽ സ്ത്രയണതയുള്ള ലെനയെ കാണുന്നത്. ഇതുവരെ 14 വർഷമായിട്ട് ഈ ലെന എന്ന സ്ത്രീയെ സംരക്ഷിക്കുന്ന ലെന എന്ന ഒരു മാസ്കുലിൻ സൈഡ് ഉണ്ടായിരുന്നല്ലോ. എല്ലാവർക്കും സ്ത്രീത്വം ആണത്വം അവരുടെ ഉള്ളിലുണ്ട്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും മാസ്കുലിനും ഫെമിനിനും ഉണ്ട്. ഇപ്പോൾ ഒരു അച്ഛന് മക്കളോട് തോന്നുന്ന ഒരു അഫെക്ഷൻ വളരെ അവരുടെ സ്ത്രീ സൈഡിൽ നിന്നാണ്. ഒരു സ്നേഹവും വാത്സല്യമൊക്കെ കുട്ടികളോട് തോന്നുന്നത്. അതേപോലെ ലെനയെ സംരക്ഷിച്ച് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കുന്ന ഒരു വളരെ ബോൾഡായിട്ടുള്ള ലേഡി. ഈ ബോൾഡ്നെസ്, ഈ പോലീസ് വേഷങ്ങളൊക്കെ എന്നെ തേടി വന്നുകൊണ്ടിരുന്നത് ആ ബോൾഡ്നെസ് കാരണമാണ്. ആ ലെനയെ സംരക്ഷിച്ച് ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടി നമ്മൾ ഇടുന്ന കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതാണ് ഇതുവരെ ലോകം കണ്ടുകൊണ്ടിരുന്നത്. വളരെ തണ്ടേടം കാണിക്കുന്നു. എന്താ അങ്ങനെ കാണിക്കുന്ന ലെനയുടെ അടുത്ത് ആരും ഒരു നോൺസെൻസിനും വരില്ല. ആ ഒരു ഡിഫെൻസ് മെക്കാനിസമാണ്. ഇപ്പം എനിക്കതിൻ്റെ ആവശ്യമില്ല. ചോദിക്കാനും പറയാൻ ആളുണ്ട്. നമ്മൾ നേരിടേണ്ട കാര്യമില്ല. വേണ്ട, എനിക്ക് ചോദിക്കാൻ ആളുണ്ട്. മറ്റേ നമ്മൾ തന്നെ ചോദിക്കണം, നമ്മൾ തന്നെ പറയണം, നമ്മൾ തന്നെ പ്രതികരിക്കണം. അതൊരു ധൈര്യമാണ് കിട്ടുന്നത്. ലെനയുടെ ജീവിതയാത്രയിൽ ഒത്തിരി വിഷമങ്ങൾ നേരിട്ടുണ്ട്. പല യാത്രകളും പല കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ യാത്ര ചെയ്ത ലെനയാണ്. ലെനയ്ക്ക് ഏതെങ്കിലും സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായ സമയങ്ങളിൽ അന്ന് ആലോചിച്ചിരുന്നു ഒരു വിവാഹ ജീവിതം? അന്ന് ആലോചിച്ചിരുന്നു എനിക്ക് ആരെങ്കിലും വേണമായിരുന്നു എൻ്റെ സങ്കടങ്ങൾ പറയാൻ, എൻ്റെ ദുഃഖങ്ങൾ പറയാൻ? അങ്ങനെ അന്ന് എന്തെങ്കിലും ചിന്തിച്ചിരുന്നോ? ഇല്ല. ബിക്കോസ് എൻ്റെ ഫിലോസഫിയെ അതല്ല. നമ്മൾ അങ്ങനെ ഒരു ആവശ്യത്തിൽ നിന്നും, നമ്മളൊരു വീക്കായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ഒരാളുടെ ഹെൽപ്പ്, ഒരു കൈത്താങ്ങ് ചോദിക്കുമ്പോൾ അത് അവർക്ക് അതിലെന്താ ഗുണം? നമ്മുടെ ഗുണത്തിന് വേറൊരാളോട് ഇങ്ങനെ ഒരു നിസ്സഹായമായിട്ടുള്ള ഒരാളെ സഹായിക്കാൻ പറയുന്നില്ല, അവർക്ക് എന്താ ഗുണം? അപ്പോൾ നമ്മളൊരാൾക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതെൻ്റെ ജോലിയാണ്. എൻ്റെ പ്രശ്നങ്ങളോ എൻ്റെ ഇപ്പോൾ എസ്പെഷ്യലി ഒറ്റപ്പെടൽ കാരണം കല്യാണം കഴിക്കാൻ നിന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അയാളെ നമ്മൾ ഒരു കൂട്ടിലിട്ട പോലെ ആവും, പൊസസീവ് ആവും. നമ്മൾ എപ്പോഴും ഡിമാൻഡിങ് ആയിരിക്കും. എപ്പോഴും എനിക്ക് സമയം തരണം, എന്നെ വിളിച്ചില്ലെങ്കിൽ വിഷമം, എന്നെ മൈൻഡ് ചെയ്തില്ല, ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു ഡൈനാമിക്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കൂട്ടിന് വേണ്ടിയിട്ടാണ്, കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ നിസ്സഹായമായിട്ടുള്ള അല്ലെങ്കിൽ സങ്കടമുള്ള ഒരു അവസ്ഥയിൽ ഒരു സഹായത്തിന് വേണ്ടി നമ്മൾ ഒരാളെ തേടിക്കഴിഞ്ഞാൽ ആ ആളെപ്പോഴും നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മളെന്നും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് മാറും. ആ റിലേഷൻഷിപ്പിൻ്റെ ഡൈനാമിക് തന്നെ അതായിരിക്കും. അത് പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. നമുക്ക് ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ അതിൽ നിന്ന് എന്തോ പാഠം പഠിക്കാനുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഞാൻ തന്നെ ആ പാഠങ്ങൾ പഠിക്കണം. അപ്പോൾ ഞാനിപ്പോൾ കല്യാണം കഴിച്ച ഒരു സമയം എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഞാൻ എൻ്റെ ഉള്ളിൽ സംതൃപ്തയായിരുന്നു. ഞാൻ എൻ്റെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കി, എൻ്റെ കരിയർ, എൻ്റെ
എല്ലാ രീതിയിലും ഫിനാൻഷ്യലി, കരിയർ വൈസ്, എഡ്യൂക്കേഷൻ വൈസ്, എൻ്റെ ഹെൽത്ത് എല്ലാം എൻ്റെ രീതിക്ക് ഞാൻ ചെയ്യാവുന്ന ഏറ്റവും നല്ല ലെവലിൽ ഇരിക്കുമ്പോഴാണ് ഒരാളെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ആവശ്യങ്ങളൊന്നുമില്ല. പക്ഷെ ആവശ്യങ്ങളില്ല. ആ ആവശ്യങ്ങളിൽ നിന്നാണ് നമ്മുടെ ഏറ്റവും ജീവിതത്തിൽ പങ്കാളി നമ്മുടെ സുഹൃത്തും നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ഗുഡാണ്. ആ ഗുഡിന്ന് ബെറ്ററിലേക്ക് പോകണം രണ്ടുപേരും. ഒരാൾ ആവശ്യവും കൊണ്ടുവന്നിട്ട് എൻ്റെ ഈ ആവശ്യത്തിന് വേണ്ടി എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എൻ്റെ ഫിലോസഫി ആയിട്ട് അത് ചെയ്തിട്ടില്ല. ലെന ഒരു ആത്മീയയിലേക്ക് പോയി എന്നൊക്കെയായിരുന്നു, ഭയങ്കരമായിട്ട് ആത്മീയയിലേക്ക്. ലെന ഇനി തിരിച്ചു കിട്ടില്ല. ഞാൻ 2004 മുതൽ അങ്ങനെയാണ്. ഞാൻ അഭിനയിക്കുകയായിരുന്നു. ലെന എന്ന നടിയായിട്ട് 24 മണിക്കൂറും നമ്മൾ പബ്ലിക്കലി വരുമ്പോഴൊക്കെ ലെന എന്ന നടിയായിട്ട് അഭിനയിക്കുകയാണ്. ബിക്കോസ് ശരിക്കുള്ള ലെന ആത്മീയമായ പാതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് 2004 മുതൽ. അവസാനം 2023 നമ്മൾ പുറത്തു വന്ന് പറഞ്ഞു ഇതാണ് ശരിക്കുള്ള ഞാൻ. ബാക്കി കാണുന്നതൊക്കെ നടി എന്ന ലെനയാണ്. അവർക്ക് ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യാൻ ഇഷ്ടമാണ്. അതേപോലെ ലെന എന്ന് പറയുന്നൊരു കഥാപാത്രവും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും കേൾക്കാൻ എന്താണ് താല്പര്യം എന്നറിയാം, അത് തന്നെ പറയുള്ളൂ. ഇൻ്റർവ്യൂവിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കില്ല, ഒരു കോൺട്രവേഴ്സിയിലും ഉണ്ടാവില്ല. എന്താ? ബിക്കോസ് അത് ഞാനല്ല. ഞാൻ ശരിക്കും എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ കോൺട്രവേഴ്സി ആവുകയും ചെയ്യും, വൈറൽ ആവുകയും ചെയ്യും. ഇപ്പോൾ മനസ്സിലായി. അതെ അതെ അതെ, ഇപ്പൊ തുറന്നു വിട്ടിരിക്കുന്ന പോലെയാണ് എന്ന പോലെ. ഞാൻ തന്നെ എന്നെ അവസാനം ഈ പുസ്തകം ഇറങ്ങിയപ്പോൾ ഞാൻ തന്നെ എന്നെ തുറന്നു വിട്ടതാണ്. ലൈക്ക് മതി, ഇനി നമ്മൾ എന്തിനാ, അതായത് നാട്ടുകാരെ എങ്ങനെ എടുക്കുന്നു അങ്ങനെ എടുക്കട്ടെ എന്നായി. ആ ഒരു ചിന്താഗതിയിലേക്ക് മാറി. ആ ചിന്താഗതിയിലേക്ക് ഈ തുറന്നു വിട്ടു എന്നപ്പോൾ നമ്മൾ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നില്ല, പക്ഷെ നമ്മൾ സ്വയം പൂട്ടിയിട്ടിരിക്കുക. ഞാൻ തന്നെ അതാണ് എന്നെ തുറന്നു വിട്ടതും ഞാൻ തന്നെ. അതെ അതെ അതെ. ഇതെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കോൺട്രവേഴ്സിയിൽ പെടേണ്ട ആൾക്കാർക്കൊക്കെ ലെന എന്ന നടിയെ ഇഷ്ടമാണ്. എന്തിനാ വെറുതെ നമ്മൾ അതിൽ കയറി ആത്മീയത പറയേണ്ട കാര്യം എന്താണ്? ആത്മീയത നമ്മുടെ സ്വന്തം, നമ്മുടെ പേഴ്സണൽ ഒരു യാത്രയല്ലേ. നിങ്ങൾ ഡെയിലി 5 നേരം പ്രാർത്ഥിക്കുന്നുണ്ടോ? എനിക്കറിയേണ്ട കാര്യമില്ലല്ലോ. അത് നിങ്ങളും ദൈവവും തമ്മിലുള്ള ഒരു കണക്ഷനാണ്. അപ്പോൾ പണ്ടൊക്കെ എപ്പോഴെങ്കിലും എന്നോട് ആരെങ്കിലും ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ ഞാൻ വളരെ പേടിച്ചാണ് അതിൻ്റെ ഉത്തരം പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻ്റർവ്യൂവിൽ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ദൈവത്തിൽ വിശ്വാസമുണ്ടോ, അങ്ങനത്തെ ചോദ്യങ്ങൾ. അപ്പം ഞാൻ പറയും എനിക്ക് ദൈവത്തിനെ അറിയാം. അപ്പം നിങ്ങൾ ചോദിച്ചു എങ്ങനെ അറിയാം? അപ്പം ഞാൻ അത് വളരെ എവിടെയും തൊടാതെ പോവും. ബിക്കോസ് അത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രവേഴ്സി ആവും, അത് തംബ്നെയിലാവും, പിന്നെ ട്രോളാവും. അപ്പോൾ ഫൈനലി അത് മടുത്തു. ബുക്ക് എന്തായാലും എഴുതി. ഇനി ബുക്കിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മളിത് ഇന്റർവ്യൂവിൽ പറയാതിരുന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അതിൽ തന്നെ ദൈവത്തിൽ ഒരു വിശ്വാസം നമുക്ക് സ്വയം നമ്മുടെ ഉള്ളിൽ തോന്നുന്നതാണ്. നമ്മൾ മറ്റുള്ളവരെ അറിയിക്കാനുള്ള വിശ്വാസം. ഈ ദൈവവിശ്വാസിയാണ് അന്നും ഇന്നും. ദൈവവിശ്വാസം, ഞാൻ ദൈവവിശ്വാസിയാണ്. നമുക്ക് എന്നും ഒരേ വിശ്വാസം. ഒരാളിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്നാണ് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചു വന്നതും പിന്നീടുള്ള നമ്മുടെ ജീവിതശൈലിയിൽ അങ്ങനെ. ഇപ്പോൾ ഒരു ദൈവവിശ്വാസം ഭക്തയായി മാറിയിട്ടുണ്ട്. ഞാനൊരു ദൈവവിശ്വാസിയല്ല. ഞാൻ ദൈവവിശ്വാസിയേ അല്ല. ദൈവവിശ്വാസം ഒരു 16-17 വയസ്സ് വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ ചോദ്യങ്ങൾ കൂടിയിട്ട് മതപരമായിട്ടുള്ള രീതിയിൽ എനിക്ക് അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ലൈക്ക് എല്ലാത്തിനും ഒരു കഥ ഉണ്ടെങ്കിലും അതിനൊരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് ഇല്ല. നമ്മളതങ്ങ് വിശ്വസിക്കണം. അതെനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് വിശ്വസിച്ചാൽ പോരാ, എനിക്ക് അത് അനുഭവിച്ചറിയണം. അതാണ് എൻ്റെ ആവശ്യം. ഇപ്പോൾ ദൈവത്തിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ടെന്ന് പറയും. ദൈവത്തിന് നേരിട്ട് പരിചയമുണ്ടോ? ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ ദൈവം? ഇല്ല. വിശ്വാസമല്ലേ. എനിക്കത് പോരായിരുന്നു. അവിടെയാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. ഈ കുഴപ്പത്തിൻ്റെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത് എനിക്ക് ദൈവത്തിൽ വിശ്വസിച്ചാൽ പോരാ. വിശ്വാസമാണ്, ഞാൻ ചോദിക്കുന്നതൊക്കെ എനിക്ക് സംഭവിക്കുന്നുണ്ട്. എനിക്ക് വളരെ നല്ലൊരു ലൈഫാണുള്ളത്. അതിലേക്കായിരുന്നു ഞാൻ വരാൻ പോയത്. വളരെ നല്ലൊരു ലൈഫാണ്. കുട്ടിക്കാലം മുതലേ എനിക്ക് എല്ലാം വളരെ നല്ലൊരു ലൈഫാണ്. അപ്പോൾ പക്ഷെ ദൈവത്തെ അറിയണം. നമുക്കിതൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പോയി ഓരോന്ന് ചോദിക്കുന്നു അല്ലേ? ഇതെല്ലാം ആൾക്കാർ യൂഷ്വലി പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിനോട് അങ്ങോട്ട് ചോദിക്കുന്നു. ദൈവം നമ്മുടെ അച്ഛനും അമ്മയും എന്തോ ആണെന്നുള്ള പോലെ, എനിക്ക് ഐസ്ക്രീം വേണം എന്നൊരു കുട്ടി ചോദിക്കുന്ന പോലെ, എനിക്ക് ബെൻസ് കാർ വേണം, എനിക്ക് ഈ ജോലി വേണം, എനിക്ക് മറ്റേ ഇത്രയും പൈസ വേണം, ഇതൊക്കെ അല്ലേ ആൾക്കാർ ചോദിക്കുന്നത്. എന്നാലെങ്കിലും ആലോചിക്കാറുണ്ടോ ഇത് ആരാ ഇതൊക്കെ നമുക്ക് തരുന്നത്? നമ്മളങ്ങ് വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ്. എന്തോ നമുക്ക് നേരിട്ട് പരിചയമില്ലല്ലോ.
എന്നും ഇപ്പോൾ ഗൾഫിൽ ആണ് അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ കണ്ടിട്ടേ ഇല്ലെങ്കിൽ ഒരു കുട്ടി എപ്പോഴും ചോദിക്കുന്നതൊക്കെ പാഴ്സലായിട്ട് വന്നാൽ നിങ്ങൾക്ക് ആ അച്ഛനൊന്ന് കാണണമെന്നുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? അതെന്താ തോന്നാത്തത് ദൈവത്തിൻ്റെ കാര്യത്തിൽ? ഞാൻ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഡെയിലി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ എന്താ അവരുടെ പ്രാർത്ഥന? എൻ്റെ ആവശ്യങ്ങൾ എനിക്കിത് താ, അത് താ, ഇത് താ, ഇത് തന്നെയാണ് എപ്പോഴും സാധാരണ നിലയ്ക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്നിട്ട് പറയും ഞാൻ ദൈവവിശ്വാസിയാണ്. ഇത്രയേ ഉള്ളൂ ദൈവവിശ്വാസം എന്നൊക്കെ പറയുന്നത്. ഒരു ബേസിക് ലെവലിൽ, ഒരു സാധാരണക്കാരൻ്റെ ലെവലിൽ ഇതാണ്. പക്ഷെ അത് റിലിജ്യൻ, അതാണ് റിലിജ്യൻ. സ്പിരിച്വാലിറ്റി അതല്ല. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതാണ് ഈ തേടൽ. എനിക്ക് ദൈവത്തെ അറിയണം എന്നൊരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അന്ന് മുതൽ അയാളുടെ ജീവിതം ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അയാൾക്ക് ഇനി ഈ പാഴ്സൽ അയക്കുന്ന അച്ഛൻ ആരാണെന്ന് അറിയണം. പിന്നെ തുടങ്ങി അത് പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ബിക്കോസ് നമ്മളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ അച്ഛനാണ്, ആ എക്സ്പീരിയൻസ് ആണ്. അതൊരു എക്സ്പീരിയൻസ് ആണ്, അതൊരു വ്യക്തിയല്ല, അതൊരു സാധനമല്ല, ഒരു സ്ഥലമല്ല, അതൊരു എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരിക്കലും വേറൊരാളോട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അത് ഈ കഥയിലുള്ള ഒരു റൂളാണ്, ദൈവത്തിൻ്റെ തന്നെ റൂളാണ്. നാം പാതി ദൈവം പാതി എന്നാണ് പൊതുവെ പറയുന്നത് അല്ലേ? അത് സാധാരണക്കാർ പറയുന്നത്. ഇതിലൊരു പാതിയും ഇല്ല. 100% ദൈവം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ദൈവമല്ലാതെ ഒന്നുമില്ല എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. നമ്മളിവിടെ ഇരിക്കുന്നതും ദൈവമാണ് എല്ലാം ദൈവമല്ലേ? പോകുന്നത് ദൈവത്തിന് നിശ്ചയമാണ്. അല്ല, നമ്മൾ തന്നെ എന്താണ്, നമ്മൾ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അത്ര വലിയൊരു സംഭവമാണോ? നമ്മൾ ദൈവത്തിൽ നിന്ന് മാറി നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്നുമല്ല. നമുക്ക് എങ്ങനെ ഒരു അസ്തിത്വം ഉള്ളത് ദൈവമില്ലാതെ? അപ്പം നമ്മളുണ്ടോ? ഇതല്ലേ ചോദ്യം. ഈ ചോദ്യത്തിലോട്ട് പോയാൽ ദൈവവിശ്വാസിയിൽ നിന്ന് മാറിയിട്ട് ദൈവത്തിനെ അറിയണം എന്ന് തേടലിൽ പോകുന്ന ഒരു സീക്കർ. എത്ര നാളായി ദൈവത്തെ തേടൽ? എത്ര നാളായി? ജന്മങ്ങളായി. അല്ല, എനിക്കൊരു 17 വയസ്സ് വരെ പൂർണ്ണമായും വീട്ടുകാരുടെ അണ്ടറിൽ നിന്ന് ദൈവവിശ്വാസമായി. അതിലും ഈ പറഞ്ഞ ദൈവവിശ്വാസം റിജിഡ് അല്ല, ഒരു എന്താ പറയുന്ന സാധാരണ. ബിക്കോസ് ഞാൻ അറിയാലോ, എല്ലാവർക്കും അറിയാം, ഞാൻ ഒരു മിക്സ്ഡ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് അതൊരു അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു വിശ്വാസമല്ല. അപ്പോൾ എനിക്കറിയാം ഒരു സൂപ്പർ പവർ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ ഉണ്ടായി, ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ചോദിക്കുന്നൊരു കുട്ടിയായിരുന്നു ഞാൻ. 4 വയസ്സിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഈ ഭൂമിയും ലോകവും തമ്മിൽ എന്താ വ്യത്യാസം എന്നാണ്. ഉത്തരം അറിയോ? ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ഭൂമിയും ലോകവും തമ്മിൽ എന്താ വ്യത്യാസം? ഈ ചോദ്യം ഉയർന്നു വരുന്നത് ഒരു SBIയിലാണ് എൻ്റെ അച്ഛൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ്റെ SBIയിൽ ഒരു ഡയറിയുടെ ബാക്കിൽ വേൾഡ് മാപ്പ് എന്നുണ്ട്. അപ്പോൾ ഞാൻ വേൾഡ് മാപ്പ് കണ്ടു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതിനെ വേൾഡ് എന്നാണ് വിളിക്കുന്നത്. പക്ഷെ ഇതല്ലേ ഭൂമി, അപ്പോൾ ഇതിനെന്തിനാ വേൾഡ് വിളിക്കുന്നത് എന്നുള്ള സംശയമാണ് ചോദിച്ചത്. ഭൂമിയും ലോകവും തമ്മിൽ എന്താ വ്യത്യാസം എന്നൊരു 4 വയസ്സുകാരി ചോദിക്കണമെങ്കിൽ ഇത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച തേടലല്ല, ഇത് കുറേ കാലമായി തേടലാണ്. അതായത് നമ്മൾ ജനിക്കുന്നതിന് മുൻപ് മുതലുള്ള തേടലാണ്. ബിക്കോസ് അത് പറഞ്ഞു വരണമെങ്കിൽ നമ്മൾ ഒരുപാട് ആത്മീകമായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് സയൻറ്റിഫിക്കായിട്ട് അത് പറയാൻ പറ്റില്ല. സയൻസിന് ഇപ്പോഴും ദൈവത്തിനെ തെളിയിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അതുകൊണ്ട് മാത്രം സയൻസ് ഇപ്പോഴും അതിൻ്റെ പിന്നാലെയാണ്. ക്വാണ്ടം തിയറിയും സ്ട്രിങ് തിയറിയും ക്വാണ്ടം ഫിസിക്സും ഒക്കെ വെച്ചിട്ട് തെളിയിക്കാൻ നോക്കുകയാണ്. ഗോഡ് പാർട്ടിക്കിളും അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ശരിക്കും അനുഭവിച്ച ഒരാൾക്ക് കാര്യം അറിയാം, ഇത് തെളിയിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ അനുഭവമാണ്. ഇപ്പം ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് എന്താണ് ഒന്ന് പറയാമോ? ഒരിക്കലും ഐസ്ക്രീം കഴിച്ചിട്ടില്ലാത്ത ഒരാളുടെ അടുത്ത് ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കഴിക്കുക തന്നെ വേണം അല്ലേ? അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നിട്ട് ഒരു കാര്യമില്ല. ഇതാണ് സംഭവിച്ചത്. കഴിഞ്ഞ വർഷം ആണോ അതോ 2023 ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കി. ബിക്കോസ് എൻ്റെ ആഗ്രഹം, നമ്മൾ പറയില്ലേ അവിടുത്തെ ഐസ്ക്രീം കഴിച്ചേ പറ്റൂ, എൻ്റെ അമ്മ എന്തൊരു ഐസ്ക്രീമാണെന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഈക്വലൻ്റാണ് ഞാൻ ശ്രമിച്ചത്. ഈ അനുഭവം എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാണ്. പക്ഷേ എല്ലാവരും ഫീഡ്ബാക്ക്, ഞാൻ ആദ്യമായിട്ടല്ലേ ഇത് സംസാരിച്ചത് ഓപ്പൺലി, എല്ലാവരും ഫീഡ്ബാക്ക് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായത്
80% ആൾക്കാർക്ക് ഒന്നും മനസ്സിലായില്ല, പറഞ്ഞതൊന്നും മനസ്സിലായില്ല. അവർക്കപ്പോൾ അത് ട്രോളാക്കണം, അവർക്കത് ചിരിച്ച് തള്ളണം, അവർക്കത് തള്ളി പറയണം, അത് വട്ടാണെന്ന് പറയണം, എന്നാലേ അവർക്ക് സമാധാനമായിട്ട് ഇനി ജീവിക്കാൻ പറ്റുള്ളൂ ആ നിമിഷം കഴിഞ്ഞാൽ. അല്ലെങ്കിൽ അവർ തേടലിലോട്ട് പോവും. തേടിക്കൊണ്ടിരിക്കുന്നവർക്ക് വലിയൊരു പ്രചോദനമായി. ഓ, അപ്പോൾ ആക്ച്വലി നമുക്ക് തേടിയാൽ കിട്ടുമല്ലേ ഉത്തരം, അപ്പോൾ അതേ കിട്ടും. ഓൾറെഡി ഇത് കണ്ടുപിടിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് സ്വയം അവർ തിരിച്ചറിവുണ്ടായ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അവരൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വളരെ നന്നായിരിക്കുന്നു, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, കൺഗ്രാജുലേഷൻസ്, ഇത്ര അവർ പറഞ്ഞോളൂ. അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള ആൾക്കാർ ഈ ലോകത്തുണ്ട്. പക്ഷെ മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ ഇത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് ആ ഫീഡ്ബാക്ക് കിട്ടി. ഈ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൽ നിന്ന് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തോന്നിയത്, രണ്ടും അച്ഛൻ വേറെ അമ്മ വേറെയാണ് അല്ലേ, രണ്ട് മതത്തിൽപ്പെട്ടാണ്. അപ്പം ഞാൻ ഏത് ദൈവത്തിൽ വിശ്വസിക്കണം, ഏത് ദൈവമാണ് എനിക്ക് എന്നിലേക്ക് വരുന്നത്, ഈ ചോദ്യം അച്ഛൻ്റെയും അമ്മയുടെ അടുത്ത് ഉന്നയിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? ഞാൻ അപ്പോഴേ കുട്ടിക്കാലത്തെ കൺഫ്യൂസ്ഡ് ആയിരുന്നല്ലോ ഇത്തിരി. പക്ഷെ എന്നെ ക്രിസ്ത്യനായിട്ടാണ് വളർത്താൻ അവർ തീരുമാനിച്ചത്. അവരുടെ തീരുമാനം, ആ കല്യാണം കഴിച്ചു, കുട്ടിയുണ്ടായി, കുട്ടിയെ നമ്മൾ ക്രിസ്ത്യനായിട്ട് വളർത്താൻ പോകുന്നു. അപ്പോൾ എന്നെ ക്രിസ്ത്യനായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ അങ്ങോട്ട് കണ്ടുപോകുമല്ലോ. അപ്പോൾ അവിടെ എന്താ ഉള്ളത്? എനിക്ക് ഇപ്പോൾ 2 കേക്ക് കാണിച്ചിട്ട് ഒരെണ്ണം ഞാൻ തന്ന അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിക്കില്ലേ? അത്രേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ ക്രിസ്ത്യനായിട്ട് വളർത്താൻ എന്നെ ബാപ്റ്റൈസ് ചെയ്തിട്ടുണ്ട്, ബാപ്റ്റിസം ഒക്കെ കഴിഞ്ഞു, ഒരു ക്രിസ്ത്യനായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഈ ഹിന്ദുയിസം എന്താണ്, അവിടെ എന്താ ഉള്ളത്, അവരുടെ രീതികൾ എന്താണ്? ആ ക്യൂറിയോസിറ്റി വന്നു. എല്ലാവരും പറഞ്ഞു ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ പറയുന്നത് കേൾക്കും അല്ലേ, നമ്മൾ പറഞ്ഞ് വിശ്വസിക്കും അല്ലേ. ഒരു പരസ്യത്തിൻ്റെ ചിത്രമാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് പോലും ഇല്ലാത്ത പരസ്യമായിരിക്കും നമ്മൾ പറയുന്നത്, അത് വാങ്ങി നമ്മൾ ഉപയോഗിക്കുകയാണ്, സ്വാഭാവികമാണ് നടന്നത്. അപ്പം ലെനെ പറയുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ പറയുന്നത് വിശ്വസിക്കുമെന്ന് പറയുമ്പോഴും ഈ നമ്മൾ ദൈവവിശ്വാസവും വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുക. ഈ ലെനെ പറയുന്ന വാക്കുകൾ വിശ്വസിക്കേണ്ടതായി വരുവാണ്. ഒരു ആക്ടർ എന്ന നിലയിൽ പറയും വിശ്വസിക്കുമെന്ന് പറയുന്നു. പക്ഷെ അതിൽ ഒത്തിരി പ്രശ്നങ്ങൾ പിന്നീട് ഭാവിയിൽ ഉണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് വിശ്വസിക്കരുത്. ഞാനിപ്പോൾ ഈ ഇൻ്റർവ്യൂ മുഴുവൻ പറഞ്ഞത് അതല്ലേ, വിശ്വസിക്കരുത്, അനുഭവിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ദൈവവിശ്വാസികളാണ്, നിങ്ങൾ ഓൾറെഡി വിശ്വസിച്ചിട്ടുള്ള ആൾക്കാരാണ്. എന്നെ വിശ്വസിക്കണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യൂ, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കൂ, നിങ്ങൾ തന്നെ കണ്ടെത്തൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ, ഒരു നിർബന്ധമില്ല എനിക്ക്. നമ്മൾ പറഞ്ഞിട്ട് ആരും ഒന്നും ചെയ്യണ്ട. നമുക്ക് പറയാനുള്ളത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് എന്താ ഗുണം? അതെ. ഈ അഭിനയത്തിൽ നിന്ന് മാറി നിന്ന കാലഘട്ടത്തിൽ ഇതിലേക്കുള്ളൊരു ചിന്താഗതിയുമായി ആ മാറി നിന്ന കാലഘട്ടം, നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു നടിയാണ്, നമ്മൾ നല്ല നല്ല വേഷങ്ങൾ ചെയ്തു, ഞാൻ അഭിനയിക്കുകയായിരുന്നു അല്ലേ, ഞാൻ നടിയെന്നതിൽ അഭിനയിക്കുകയായിരുന്നു. ആ മാറി നിൽക്കുന്ന കാലഘട്ടത്തിൽ പിന്നീട് ഒരു ഇതിനൊന്നും മാറി നിന്നിട്ടുണ്ട്, പിന്നീട് തിരിച്ചു വന്നു. അവിടെ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പിന്നീടുള്ള വരവിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തടസ്സങ്ങൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്നെ സിനിമാ നടി ആക്കിയിരിക്കുകയാണ് ഈ എൻറ്റയർ സ്കീം ഓഫ് തിങ്സ്. ഈ പ്രകൃതി തന്നെ അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ജയരാജ് സാറിൻ്റെ സ്നേഹത്തിലേക്ക് ഞാൻ വരുന്നത് ക്ലാസ് റൂമിലിരുന്ന കുട്ടിയെ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് ഒരു ഓഡിഷൻ സ്കൂളിൽ നടത്തിയിട്ട് ആ സിനിമയിൽ പോയി അഭിനയിക്കുന്ന വിടുകയാണ്. ആഗ്രഹിച്ചു വന്നതല്ല, എന്നെ പറഞ്ഞു വിട്ടതാ സിനിമയിലോട്ട്. ഇന്നേ വരെ ഞാൻ ഒരു ഡയറക്ടറുടെ അടുത്തും ഒരു റോളും ചോദിച്ചിട്ടില്ല. 26 വർഷമായിട്ട് എനിക്ക് ചില വർഷങ്ങൾ 12-14 സിനിമകൾ ചെയ്ത വർഷങ്ങളുണ്ട്. ഇത് സംഭവിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് ആരോടും ചോദിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ, ഞാൻ പറയുന്ന ജീവിതം സംഭവിക്കുകയാണ്. അങ്ങോട്ട് ചോദിച്ചിട്ടില്ല ആരോടും, ഒരു റോൾ ആവശ്യപ്പെട്ട് പോയിട്ടില്ല. ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ ദൈവത്തെ തേടി നടന്നിട്ടുണ്ടോ? അദ്ദേഹം വളരെയധികം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇതിന് മെഡിറ്റേഷൻസ് പോയി പഠിക്കുകയും 4 വർഷം അടുപ്പിച്ച് ഒരു പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം കണ്ടെത്തിയോ? അദ്ദേഹം കണ്ടെത്തി എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ഒരു കംപ്ലീഷൻ എത്തിയത് ഞാൻ വഴിയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ എന്നെ കണ്ടപ്പോൾ തന്നെ ഇതാണ് ആളെന്ന് മനസ്സിലായത്. ഓൾറെഡി ഇത് അറിയാവുന്ന ആളായിരുന്നു, പക്ഷെ ചിലവർക്ക് ആ ഒരു അല്ലേ ശരിയല്ലേ എന്ന് പറയാൻ, അതെ കറക്റ്റാണ് എന്ന് പറയാനുള്ള ഒരാൾ, വിശ്വസിക്കാവുന്ന ഒരാൾ വേണം. അപ്പോൾ ആ ആളാണ് ഞാൻ ചിന്തിച്ചോളൂ. ഞാൻ എൻ്റെ മൈൻഡിൽ ഞാൻ അതിൽ നിന്ന് പോലും വിട്ടുപോകാൻ കുറേ ചോദ്യങ്ങൾ വരുന്നില്ലേ ഇപ്പോൾ? അത്രേ എൻ്റെ ഉദ്ദേശമുള്ളൂ.
നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ ഉത്തരങ്ങൾ, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ വിശ്വാസങ്ങൾ, നിങ്ങളുടെ ഈ വിശ്വാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും വിശ്വാസമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമുക്കൊരാളെ വിശ്വസിക്കാതെ ഒരു കാര്യത്തിലോട്ട് കയറാൻ പറ്റില്ല. നമുക്കൊരു സ്ഥലത്തു നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് എന്നെ കൊല്ലില്ല എന്നുള്ള വിശ്വാസം ഇല്ലാതെ നമുക്കത് കഴിക്കാൻ പറ്റില്ല. എല്ലാം ബിലീഫ് ബേസ്ഡ് ആണ് നമ്മുടെ ഈ ലോകത്തുള്ള ജീവിതം. നമ്മുടെ വിശ്വാസങ്ങൾ നമുക്ക് അനുയോജ്യമാണോ, നമുക്ക് വളർച്ച ഉണ്ടാക്കുന്ന വിശ്വാസങ്ങളാണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ. അതിന് മാത്രമേ പ്രസക്തിയുള്ളൂ. എന്ത് വേണമെങ്കിലും വിശ്വസിച്ചോളൂ. നിങ്ങളുടെ വിശ്വാസം കാരണം നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഗുണമുണ്ടോ, അത് നല്ലൊരു വിശ്വാസമാണ്. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ തന്നെ തകർക്കുന്നതാണെങ്കിൽ ആ വിശ്വാസം മാറ്റണം. നിങ്ങളുടെ വിശ്വാസം കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ അതിലെന്തോ പ്രശ്നമുണ്ട് അല്ലേ? ഇപ്പോൾ ചിലവർക്ക് എന്തോ ഒരു കാര്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇനി കണ്ടവരെ എല്ലാവരും അത് അടിച്ചേൽപ്പിക്കണം, അവരത് കേട്ടില്ലെങ്കിൽ അവരെ പിടിച്ച് തല്ലണം എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രശ്നമായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. വിശ്വാസങ്ങൾ, എല്ലാത്തിനും വിശ്വാസങ്ങൾ വേണം. വിശ്വാസം അതല്ലേ എല്ലാം എന്നാണല്ലോ. അപ്പോൾ ആ വിശ്വാസത്തിന് നമുക്ക് ഗുണം ചെയ്യുന്നുണ്ടോ, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നുണ്ടോ, എല്ലാവർക്കും ഗുണമുള്ള എന്തെങ്കിലും വിശ്വാസങ്ങളാണെങ്കിൽ അത് മതി. അല്ലാതെ ഇതിലൊരു തെറ്റും ശരിയും, ഇതാണ് ഏറ്റവും വലിയ സത്യം, ഇതാണ് ശരി, മറ്റേതൊക്കെ തെറ്റാണ് എന്ന് പറയുന്ന ഒരാൾക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒരാൾ പറയണം ഞാൻ പറയുന്നതേ ശരിയുള്ളൂ, ബാക്കി എല്ലാവരും പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ അയാളൊരു വളരെ ബാലിശമായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ്. അവരെ വിട്ടേക്കുക. നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകണ്ട. അവർ കൊച്ചു കുട്ടികളാണ്, വളരട്ടെ. സംസാരിക്കാൻ പോയിട്ട് പോലും കാര്യമില്ല, സംസാരിക്കാനേ പോകരുത്. ബിക്കോസ് നമ്മുടെ എനർജി മാത്രമേ, അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കും. അവരെ ബുദ്ധിമുട്ടിച്ചാൽ അവർക്ക് ദേഷ്യം വരും, അവർ നമ്മളെ ആക്രമിക്കാൻ വരും. വെറുതെ വിടുക, നന്ദി നമസ്കാരം പറഞ്ഞ് വിടുക, അത്രേ പറ്റുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ വിശ്വാസങ്ങൾ തന്നെയാണ്. ഇപ്പോൾ എനിക്കും പല വിശ്വാസങ്ങളുണ്ടല്ലോ. ഞാൻ പറയുന്നതൊക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമല്ലേ, എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമാണ്. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിന് നിങ്ങളെയും കൂടെ ചിന്തിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഇല്ലേ? ഞാനൊന്നും അടിച്ചേൽപ്പിച്ചില്ലല്ലോ. എൻ്റെ വിശ്വാസം എനിക്ക് ഗുണം ചെയ്യുന്നുണ്ടെന്നുള്ളത് എൻ്റെ ജീവിതം കണ്ടാൽ അറിയാം എല്ലാവർക്കും. അത്രമാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, എനിക്ക് ലെനയിലൊരു വിശ്വാസം, ലെനയിലൊരു മാറ്റം കണ്ടപ്പോൾ എനിക്ക് ഇതിലെല്ലാം വിശ്വാസം വരുന്നു. അതെ. പക്ഷെ ഞാൻ വിശ്വസിക്കാൻ പറഞ്ഞിട്ടില്ല. വിശ്വസിക്കാൻ ഞാൻ ഒരിക്കലും പറയൂല. വിശ്വസിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്ലീസ്, ജീവിതം ജീവിച്ച് തിരിച്ചറിയാനുള്ളതാണ്, വിശ്വസിച്ച് കണ്ണടയ്ക്കാനുള്ളതല്ല. പക്ഷെ അതിൻ്റെ അർത്ഥം നമുക്ക് വിശ്വാസം പാടില്ല, ദൈവവിശ്വാസം പാടില്ല, അച്ഛനും അമ്മയിലെ വിശ്വാസം പാടില്ല എന്നല്ല. നാച്ചുറലി നിങ്ങളുടെ ഉള്ളിലൊരു ചോദ്യം ഉണർന്നു വരുന്നുണ്ടെങ്കിൽ അതിനെ അടിച്ചമർത്തണ്ട, ഒന്ന് അന്വേഷിച്ച് പോയിക്കോളൂ, അതിനെ പേടിക്കേണ്ടെന്നേ ഞാൻ പറയുന്നുള്ളൂ. ദൈവവിശ്വാസം ഒരു 80% ആൾക്കാർക്ക് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ തുണയാണ്. വേറെ എന്ത് പോയാലും ദൈവം എന്നെ കൈവിടില്ല എന്ന് പറയുന്ന ആൾക്കാർ, അവർക്കത് ആവശ്യമാണ്. അവർ സീക്കേഴ്സ് അല്ല. എല്ലാവരും തേടലും ആത്മീയ പാതയിൽ പോകേണ്ടവരല്ല. എല്ലാവരും അതല്ല ചെയ്യേണ്ടത്. അപ്പോൾ ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ആ ദൈവവിശ്വാസം അവർക്ക് മനസമാധാനവും ജീവിതത്തിലെ സംതൃപ്തിയും സന്തോഷവും കൊടുക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ദൈവത്തിനോട് മാത്രം പ്രാർത്ഥിച്ച് നിങ്ങൾ പീസ്ഫുള്ളായിട്ട് ജീവിക്കൂ. ആരെയും ബുദ്ധിമുട്ടിക്കാതെ നിങ്ങളും ബുദ്ധിമുട്ടാതെ ജീവിക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പറയാം. യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതെ, തേടൽ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. തേടലില്ല. ഇപ്പോൾ തേടൽ നേരത്തെ തീർന്നു. 2004 തേടൽ കഴിഞ്ഞു. പിന്നെ ആ തേടലിനെ പ്രകടിപ്പിക്കാനുള്ള വാക്കുകൾക്കുള്ള ഒരു തേടലായിരുന്നു. ഇപ്പൊ അതൊക്കെ വാക്കുകളും പൂർണ്ണമാകുകയാണ് ഈ പുസ്തകത്തോടു കൂടി. അതെ, അതാണ് സമാധാനമായി, സമാധാനത്തിലാണ്. ഇപ്പോൾ ഉള്ളത് വളർച്ച നടന്നുകൊണ്ടേയിരിക്കും. നമുക്ക് തിരിച്ചറിവുകൾ നടന്നുകൊണ്ടേയിരിക്കും നമ്മളെക്കുറിച്ചും. നമ്മൾ ഡെയിലി മാറിക്കൊണ്ടേയിരിക്കും. മാറ്റം നമുക്ക് നിർത്താൻ പറ്റില്ല. നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും, നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും. ആ വളർച്ച നല്ലതിനാണോ അതോ അധപതനത്തിലേക്കാണോ എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നാളുകളെ കുറിച്ച് ചിന്തിക്കുമോ? നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ ഇരുന്നു, ഇനി നാളെ എനിക്കിതാണ് എന്നൊരു ചിന്താഗതിയും തേടലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ, അതായത് ഈ നാളെ എന്ന് പറയുന്നത് വളരെ പ്രായോഗികമായിട്ടുള്ള സെൻസിലാണെങ്കിൽ നാളെ എനിക്ക് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടോ, നാളെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് പ്രാക്ടിക്കലായിട്ട്, നാളെ വീട്ടിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള എന്തെങ്കിലും സാധനമുണ്ടോ ഇന്ന് രാത്രി നോക്കുന്നത്, അതല്ല നമ്മൾ സാധാരണഗതിയിൽ ആ നാളെയാണ് സംസാരിക്കുന്നതെങ്കിൽ ഇന്നത്തെ ഒരു കണ്ടിന്യൂഷനാണത്.
അല്ലേ? അത് വെറുതെ നമ്മൾ ഈ 24 മണിക്കൂറാണ് ഒരു ദിവസം എന്ന് നമ്മൾ തീരുമാനിച്ചതുകൊണ്ടാണ് പെട്ടെന്ന് ഇന്നും നാളെ ഉണ്ടായത്. അല്ലെങ്കിൽ സമയം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. അപ്പോൾ അത് തന്നെ അങ്ങനെ നടന്നു പോയിക്കോളും. പക്ഷെ നമ്മൾ ഈ വളരെ ഫിലോസോഫിക്കലായിട്ടൊരു നാളെ എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പല കാര്യങ്ങളും നമുക്കറിയാം, ഇങ്ങനെയൊക്കെ പോയാൽ അങ്ങനെയൊക്കെ വരൂ എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ, ഏകദേശം ജീവിതം കണ്ടിട്ടുള്ളവർക്കും. അപ്പോൾ കുറേയൊക്കെ നമുക്ക് ഓൾറെഡി ഒരു ഊഹമുണ്ട്. പിന്നെ ഉള്ളത് മനസ്സിൻ്റെ ആങ്സൈറ്റിയാണ്. ആൾക്കാർ ഈ നാളെക്കുറിച്ച് ചിന്തിക്കുന്നത് പേടിയാണ്. പേടിയില്ലാത്ത ഒരാൾ നാളെ പറ്റി ചിന്തിക്കുന്നില്ല. ഇന്നത്തെ ഈ സംതൃപ്തിയിൽ ഓൾറെഡി നിറഞ്ഞിരിക്കുമ്പോൾ, ഇപ്പം നിങ്ങൾ നല്ലൊരു ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാളെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുമെന്ന് ആരും ചിന്തിക്കുന്നില്ല. ഇത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക്, ജീവിതം എന്താണെന്ന് അറിയാവുന്ന ഒരാൾക്ക് ജീവിതത്തിന് പേടിയില്ല. അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ്ലി നാളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നില്ല, ഇന്നലെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഇന്നലെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഡിപ്രഷൻ, നാളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആങ്സൈറ്റി. ഇത് രണ്ടും ഒഴിവായി കിട്ടും ഇന്നത്തെ ഈ നിമിഷത്തിൽ സംതൃപ്തമായിട്ട് ജീവിച്ചാൽ. അപ്പം അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. സിനിമകൾ ഇപ്പോൾ പറഞ്ഞ പോലെ സെലക്ട് ചെയ്യും. ഇനി സിനിമകളിൽ സെലക്ഷൻ ഉണ്ടാവുമല്ലോ, മറ്റത് അങ്ങനെ ആയിരുന്നു. ഇല്ല, എനിക്ക് എന്നെ തേടി വരുന്ന ഏത് റോളും സ്വീകരിക്കുക എന്നുള്ളൊരു അവസ്ഥയായിരുന്നു ഓൾമോസ്റ്റ്. എല്ലാം എടുക്കില്ലെങ്കിലും ഏകദേശം എന്നെ നല്ലൊരു റോളിന് പറഞ്ഞാൽ അതിൻ്റെ റെമ്യൂണറേഷൻ പോലും ചില സമയത്ത് നോക്കാതെ നല്ലൊരു റോളാണ്, അല്ലെങ്കിൽ ഒരു ദിവസത്തെ ക്യാരക്ടറുള്ളൂ, പക്ഷെ സിനിമയിൽ അത് വളരെ നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറാണെങ്കിൽ ചെയ്യും. അങ്ങനെ വളരെ ഫ്ലെക്സിബിൾ ആയിരുന്നു. ബിക്കോസ് എനിക്ക് കണ്ടിന്യൂസ്ലി ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് കുടുംബമുണ്ട്, എനിക്ക് പുസ്തകങ്ങൾ എഴുതാനുണ്ട്, എനിക്ക് എൻ്റെ വീട് പണി നടക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ കൊച്ചിയിൽ സെറ്റിലാകാനാണ് തീരുമാനിച്ചിരുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്രയായിരുന്നു. വിവാഹമൊക്കെ കഴിഞ്ഞപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? യാത്രയായിരുന്നു കുക്കിംഗ്. ഇന്നേ വരെ ഞാൻ ഈ കല്യാണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ കുക്കിംഗ് നമ്മുടെ ലൈഫിൽ ഇല്ലാത്തൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഷൂട്ടിങ്ങിന് പോകും, പിന്നെ പ്രൊഡക്ഷൻ ഫുഡാണ് കഴിക്കുന്നത് 3 നേരം. എന്നിട്ട് തിരിച്ചു വന്ന് നമ്മൾ കുളിക്കും, കിടന്നുറങ്ങും, രാവിലെ ആകുമ്പോൾ വീണ്ടും എണീറ്റ് ലൊക്കേഷനിൽ പോകും. ഇതായിരുന്നു എൻ്റെ ലൈഫ് 26 വർഷം. പെട്ടെന്ന് കല്യാണം കഴിച്ച് ഒരു ബ്രേക്ക് ആയി. എങ്ങനെ കുക്ക് ചെയ്യുന്നു ചോദിച്ചാൽ ഭാഗ്യത്തിന് കൈപുണ്യം അത് നമുക്ക് ജന്മന കിട്ടണം എന്നുള്ള സാധനം തോന്നുന്നുണ്ട്. അതെൻ്റെ അമ്മ നല്ലൊരു കുക്കാണ്, എൻ്റെ അനിയത്തി നല്ല കുക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൈപുണ്യം നാച്ചുറലി ഉണ്ട്. പിന്നെ ഉള്ളത് യൂട്യൂബ് ഇല്ലെങ്കിൽ നമുക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. ഇപ്പം അറിയാം, പക്ഷെ യൂട്യൂബ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം എന്ത് എളുപ്പമാണ് ഇന്നത്തെ കാലത്ത്, ആരോടും ചോദിക്കണ്ട. ആദ്യം പരീക്ഷണത്തിൽ കൊടുത്തത് എന്തായിരുന്നു? ഇല്ല, ഞാൻ കല്യാണത്തിന് മുമ്പേ കുക്ക് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഞാൻ 2023 മുതലേ ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ബിക്കോസ് എനിക്ക് തോന്നി നമ്മൾ ഇങ്ങനത്തെ ഹെൽത്തിന് നോക്കണമെങ്കിൽ എല്ലാം പുറത്തുനിന്ന് കഴിച്ചാൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ ഓൾറെഡി തുടങ്ങിയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കത് ഈസിലി എൻജോയബിൾ ആയിട്ടുള്ളൊരു പ്രോസസ്സായി. പക്ഷെ ഇപ്പം എന്തും കുക്ക് ചെയ്യാം എന്നുള്ള അവസ്ഥയാണ്. ബിക്കോസ് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് ചെയ്താൽ മതി. ഇപ്പം മെയിൻ പണി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഒരു ദിവസത്തിൽ 3 നേരം ആഹാരം ക്രിയേറ്റ് ചെയ്യാതും നല്ല ഫുഡിയാണ്. കുഴപ്പമില്ല ഇപ്പോൾ. എന്ന് വെച്ചാൽ പ്രശാന്ത് ഏട്ടൻ പറയുന്ന റെമഡിയാണ്, വേറെ ആരുടെ അടുത്തത് പരീക്ഷിച്ചിട്ടില്ല, വേറെ ആർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അദ്ദേഹം നല്ലൊരു ഫുഡിയാണ്. അദ്ദേഹത്തിന്റെ അമ്മ വളരെ നല്ല കുക്കാണ്. എന്ന് വെച്ചാൽ ഭയങ്കര കുക്കാണ്. എന്നാൽ അറിയപ്പെടുന്ന എല്ലാവരും പറയില്ലേ, അയ്യോ പ്രമീളമ്മയുടെ ഫുഡ് എന്ന് വെച്ചാൽ അത്രയും, ഞാൻ പറഞ്ഞപ്പോൾ തന്നെ കണ്ടില്ലേ വായിൽ വെള്ളം വന്നു, അത്രയും നല്ല കുക്കാണ്. അപ്പോൾ എൻ്റെ അമ്മയും അത്രയും ഭയങ്കര ബേക്കറും ഭയങ്കര കുക്കിംഗ് ഉള്ള ആൾക്കാരാണ്. കുഴപ്പമില്ല, എല്ലാ സൈഡിൽ നമുക്ക് സപ്പോർട്ടുണ്ട്. ഇനി എന്തായാലും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇലക്ഷനൊക്കെ നടക്കണം. അമ്മയിൽ ഇലക്ഷനൊക്കെ നടക്കുകയാണ്. അമ്മയിൽ ദീർഘകാല എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. ഇപ്പം എനിക്കൊക്കെ അമ്മയെ ഇപ്പോൾ കാണുമ്പം സങ്കടം വരുന്നു. ഈ ഇലക്ഷൻ വന്നപ്പോൾ എനിക്ക് സങ്കടം തോന്നി. പല രീതിക്കും ചെളിവാരിയിരുന്നു. എത്രയോ ആളുകളുടെ ജീവിതം അവിടെ ഉണ്ടോ അന്നൊക്കെ ഇരിക്കുമ്പോൾ കൈനീട്ടം കൊടുത്തൊരു വ്യക്തിയാണ്, അറിയാലോ. ആ അമ്മയുടെ ഇലക്ഷൻ ഇപ്പോൾ എങ്ങനെ കാണും? ഒത്തിരി വാർത്തകൾ കണ്ടു. ഞാൻ സത്യത്തിൽ ഒരു 2023 ഒന്നും വിട്ടു നിന്നിട്ട് ഞാൻ തിരിച്ച് കയറാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് അത് കഴിഞ്ഞ് ഒരുപാട് കോലാഹലങ്ങളൊക്കെ നടന്ന് ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ US-ലായിരുന്നു. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഇൻവോൾവ് ആവാൻ തോന്നുന്നില്ല.
എനിക്ക് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിലും എന്തോ അവിടുത്തെ എനർജി വളരെ സ്കാറ്റേർഡ് ആണ്. ഒരുപക്ഷെ എല്ലാം നല്ലതിനായിരിക്കും. ബിക്കോസ് എപ്പോഴും നമ്മളൊരു ഇങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് കിടന്ന ഒരു കാര്യത്തിൽ, അതായത് ഇങ്ങനെ എന്താ പറയുക, ഈ ഒഴുക്കില്ലാത്ത വെള്ളത്തിന് മലയാളത്തിലുള്ള വാക്കുണ്ടോ, ഇംഗ്ലീഷിൽ സ്റ്റാഗ്നൻറ്റ് വാട്ടർ എന്ന് പറയും. അത് നാച്ചുറലി ഒരു കാര്യത്തിൽ സംഭവിക്കും. ബിക്കോസ് അത് കുറേ കാലമായിട്ട് അങ്ങനെ ആയി. അപ്പോൾ അതിലാ ചേഞ്ച്, ഒരു എല്ലാം കൊണ്ടും അടിമുടി മാറുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ 2023 ആളല്ല 2025 ഞാൻ. അപ്പോൾ അതിൽ കുറേ കോലാഹലം ഉണ്ടായിട്ടാണല്ലോ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ വിചാരിക്കാം നമുക്ക്. ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ കാണുന്നതെല്ലാം നന്നായി വരും. ഇപ്പോൾ ആ ഒരു ചേഞ്ച് ഓവറിൻ്റെ എന്തൊക്കെയോ നടക്കുന്നു, കുഴപ്പമില്ല, ഇതെല്ലാം കൂടെ കലങ്ങി തെളിഞ്ഞ് നന്നായി വരും തന്നെയാണ്. ഇല്ല, എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ ഓൺ ജീവിത യാത്ര കാരണം ഒന്ന് മാറി നിന്നു. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഉള്ളിൽ നിന്ന് അറിയില്ല. എല്ലാവർക്കും പുറമേയുള്ള എല്ലാവർക്കും അറിയാവുന്ന പോലെ എനിക്കറിയുള്ളൂ. ഞാനൊരു ഓൾമോസ്റ്റ് 1.5 വർഷമായിട്ട് ഞാൻ ഇവിടെ ഇല്ല. ഞാൻ ആക്ടിങ്ങും ഉണ്ടായിരുന്നില്ല. ഞാൻ ടോട്ടലി ഒരു സെപ്പറേറ്റ് ലൈഫായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ പുറമേയുള്ളവർ കാണുന്ന പോലെയാണ് കാണുന്നത്. തിരിച്ചില്ല എന്ന് പറയുമ്പോൾ വോട്ട് ചെയ്യാൻ പോലും ഉണ്ടാവില്ല. അല്ല, തിരിച്ചില്ല എന്നൊന്നും ഉദ്ദേശിച്ചില്ല. പക്ഷെ ഞാൻ പറയുന്നത്, എനിക്ക് ആ മുമ്പ് ഞാൻ ഒരു ഇൻസൈഡർ ആയിരുന്നല്ലോ. ഞാൻ ഇതിനു മുമ്പ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആയിരുന്നു. ആ ഒരു ഇൻസൈഡർ എന്നുള്ള ആ സംഭവം ഇപ്പം എൻ്റെ മനസ്സിലില്ല. വോട്ട് ചെയ്യാൻ വരുന്നുണ്ട്. വോട്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് അതിൻ്റെ ശരി. എല്ലാവരും വോട്ട് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വിളിച്ചു തുടങ്ങിയോ? ആ, വിളികളും എല്ലാം നടക്കുന്നുണ്ട്, ക്യാമ്പയിനിങ് ഒക്കെ നടക്കുന്നുണ്ട്. നല്ലത് തന്നെ, എനിക്ക് തോന്നുന്നു എല്ലാം നല്ലതിന് തന്നെയാണ്. എല്ലാത്തിനും ഒരു മാറ്റം വരട്ടെ. മാറ്റം സംഭവിക്കും. മാറ്റം സംഭവിക്കാതിരിക്കാൻ ഒരു വഴിയുമില്ല. മാറ്റം ജീവിതത്തിന്റെ ഒരു രീതിയാണ്. അപ്പോൾ എല്ലാം നന്നാവട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു, നമ്മൾ ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സമയം എനിക്ക് പല ചിന്താഗതികളും, എനിക്ക് ഈ പുസ്തകങ്ങളൊന്നും വായിച്ചു കഴിയുമ്പോഴായിരിക്കും എനിക്ക് ലെനയെ ഒന്ന് വിളിക്കാൻ തോന്നുന്നത്. എന്നെ പറഞ്ഞ കാര്യങ്ങൾ, കുറേ കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ കണ്ട ലെനയല്ല എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഒത്തിരി മാറ്റങ്ങൾ ലെനയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് ഒത്തിരി പാഠം ഉൾക്കൊണ്ടാണ് ലെന വന്നിരിക്കുന്നത്. ലെനയുടെ വാക്കുകളാണെങ്കിൽ ഓരോന്ന് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സംസാരിക്കാനല്ല, എനിക്ക് കേൾക്കാനായിരുന്നു ഇഷ്ടം ലെന. അതെ, അല്ലെങ്കിൽ സാധാരണ ഇന്റർവ്യൂവറാണ് ഇന്റർവ്യൂയേക്കാളും കൂടുതൽ സംസാരിക്കാറുള്ളത് എന്നെല്ലാവരും പറയാറുണ്ട്. നമുക്കും കൂടെ സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് തരുമോ എന്ന് ചോദിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പ്രൊമോഷൻസിനൊക്കെ വരുമ്പോൾ. പക്ഷെ ഞാൻ കേൾക്കുകയായിരുന്നു ലെനെ. സത്യം അല്ലേ? സത്യം. അന്ന് കണ്ട ഹൈദരലിയല്ലോ ഇപ്പം. അല്ല, മാറ്റമില്ലേ? മാറാൻ തീരുമാനിച്ചില്ലേ? അല്ല, എല്ലാവരും മാറും, മാറിയേ പറ്റൂ. മാറ്റം ജീവിതത്തിന്റെ രീതിയാണ്. അല്ല, മാറാത്തവരോട് സത്യം പറഞ്ഞാൽ നമുക്കൊരു സഹതാപം തോന്നും. ബിക്കോസ് മാറ്റമില്ലെങ്കിൽ അവരും മുരടിച്ചു പോയ ഒരു അവസ്ഥയല്ലേ മാറ്റമില്ലാത്ത ജീവിതം. തീർച്ചയായിട്ടും മാറ്റം നല്ലതാണ് എപ്പോഴും. മാറ്റം നല്ലതിനായി മാറുകയും ചെയ്യണം. അത് നല്ലതാവും. എല്ലാം നല്ലതിന് എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോവാം. എവിടെ ഒരു വിശ്വാസമുണ്ടല്ലോ, എല്ലാത്തിനും വിശ്വാസം വേണം. ഞാൻ പറഞ്ഞത് നമുക്ക് ഗുണമുള്ള വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കണം. എല്ലാം നല്ലതിന് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് എല്ലാത്തിലും ഒരു നല്ലത് കണ്ടെത്താൻ പറ്റും. ബിക്കോസ് അയാളുടെ വിശ്വാസം അതാണ്. അതെ അതെ. പിന്നെ നേരത്തെ പറഞ്ഞ മാറ്റം നല്ലതാണ്. എന്തിനാ വാപ്പ എന്നെ തന്നെ നന്നാവില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നന്നാകത്തില്ല. അതെ അതെ, ആ വിശ്വാസം കൊണ്ട് ആർക്കും ഗുണമില്ല. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വിശ്വാസം കൊണ്ട് ഗുണം ഉണ്ടാവുന്ന ഒരു വിശ്വാസമാണ് എല്ലാം നല്ലതിന്. അങ്ങനെ എല്ലാം നല്ലതിനാകണം, എല്ലാം നല്ലതായി സംഭവിക്കണം. ലെനയുടെ സിനിമകൾ കാണാൻ പ്രേക്ഷകർ ഇന്നുമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലെന ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാണ്. എനിക്ക് ഒത്തിരി സിനിമകൾ കണ്ട് ഇഷ്ടപ്പെടുന്നത്, നമ്മൾ ഒത്തിരി ഇൻ്റർവ്യൂ എടുത്തു. പക്ഷേ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എൻ്റെ ജീവിതത്തിലും ആദ്യമാണ്. എനിക്ക് ഒത്തിരി സന്തോഷം ലെന ഈ സമയത്ത് നമ്മൾ വന്നതിലും നമ്മൾ തേടി വന്നതിലും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.